ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം 15. അപരിച്ഛിന്ന ആത്മഭാവങ്ങളെ പ്രണാമം. ഇതിഹാസ മഹാകാവ്യങ്ങളിൽ പ്രഥമ കാവ്യം രാമായണമാണ്. വേദകാലത്തിന് ശേഷമുണ്ടായ സാഹിത്യം. 3 വിധം അവയെ തരംതിരിക്കുന്നു: ഇതിഹാസം, പുരാണം, കാവ്യം എന്നിങ്ങനെ. ഇതിഹാസങ്ങൾ ചരിത്രാധിഷ്ഠിതമാണ്. അവയിലെ ചരിത്രാംശങ്ങൾ ഉത്കൃഷ്ട കലാസൃഷ്ടികളാണ്. അവ ആദർശപര മാതൃകകളുമാണ്. സാഹിത്യമൂലം പ്രശോഭിക്കുന്നവയുമാണ്. വേദസാഹിത്യത്തിലെ ഉപാഖ്യാനങ്ങൾ ഇതിഹാസങ്ങളുടെ ഇതിവൃത്താഖ്യാനമായി മഹാഭാരതത്തിലെ ആദ്യ പർവം സംഭവപർവമാണ്. മഹാഭാരതത്തിൽ സൗത്രി എന്ന വൈതാളികൻ പറയുന്നു, ഈ കഥ വളരെ പഴയതാണ്. നൈമിഷ വനവാസികൾക്ക് ശ്രീ വ്യാസൻ പറഞ്ഞുകൊടുത്തതാണ്. എൻ്റെ പിതാവായ രോമഹർഷണൻ, അതായത് കലയിലൂടെ രോമഹർഷം ഉണ്ടാക്കുന്നയാൾ, ഇത് പാടുവാൻ പഠിപ്പിച്ചു. വാൽമീകിയാണ് രാമായണ കഥാഖ്യാനം നടത്തിയത്. പ്രാചീന ബുദ്ധ മത ത്രിപിടകത്തിൽ രാമായണം പരാമർശിക്കപ്പെടുന്നു. രാമായണം ആദർശ പുരുഷനെ വാർത്തെടുത്തു. രാമായണ പരിപൂർണ കഥയുടെ ചുരുക്കം തരുന്ന ബാലകാണ്ഡവും ഉത്തരകാണ്ഡവും പ്രക്ഷിപ്തമാണെന്ന് ചിലർ പണ്ഡിതന്മാർ പറയുന്നു. മഹാഭാരതത്തിൽ കാണുന്ന രാമായണത്തിൽ കൂട്ടിച്ചേർക്കലുകൾ പലതും കാണുന്നുണ്ട്. രാമായണത്തിലെ രൂപഭദ്രത പല നാടോടി കഥകളിൽ നിന്നും രൂപം പ്രാപിച്ചതാണ്. വാൽമീകി ഭരദ്വാജാദി ശിഷ്യരോടൊത്ത് തമസാ നദീതീരം എത്തുന്നു. മധ്യാഹ്നവേള. പെട്ടെന്ന് ഒരു വേടൻ്റെ അമ്പേറ്റ് ആൺപക്ഷി വീണു മരിക്കുന്നു. മുനി ദുഃഖിതനായി ശപിച്ചുകൊണ്ടുള്ള ഒരു വാക്യം നിർഗളിച്ചു. ആ വാഗ്ധോരണി ഛന്ദോബദ്ധമായിരുന്നു, സംഗീതാത്മകവുമാണ്. ഞാൻ ശോകാകുലനായിരുന്നപ്പോൾ എന്നിൽ നിന്ന് നിർഗളിതമായ കവിത, അതത്രേ താളാത്മക ഉക്തിയുമാണ്. പിൽക്കാലത്ത് കാവ്യതത്വജ്ഞന്മാരിൽ പ്രഗത്ഭനായ ആനന്ദവർദ്ധനൻ ഈ അർത്ഥഗർഭമായ ഉപാഖ്യാനത്തിൽ രസസിദ്ധാന്തത്തിൻ്റെ ബീജരൂപം കണ്ടു. അതനുസരിച്ച് ഭാവനാനിർഭരമായ
അനുഭവമാണ് താളാത്മക ഉക്തിയുടെ, അതായത് കവിതയുടെ ആത്മാവും ആധാരവും ആവേശവും. കല ഭാവത്തിൻ്റെ സ്വച്ഛന്തമായ സ്വയമാവിഷ്കരണമാണ്. വികാരത്തിൻ്റെ സ്വച്ഛന്ത പ്രവാഹമാണ്. വിവേകോദയം ചലിപ്പിച്ച ആവേശത്തിൻ്റെ അബോധ വ്യാപാരത്തോടും ഉദ്ബുദ്ധ ചിന്തയോടും ഒത്തുചേർന്നു ഭാവത്തിന് രൂപവും വികാരത്തിന് ആകാരവും ആവേശത്തിന് കെട്ടും മട്ടും കൊടുക്കുന്നു. വാൽമീകി സർഗശക്തിയുടെ ബഹുമുഖമായ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉൾക്കൊണ്ടു. കവി ഒരു ആദർശ പുരുഷനെ ആദർശ ജീവിതത്തോട് കൂടുതൽ അടുപ്പിച്ചു. കാവ്യം ഉത്കൃഷ്ട വീക്ഷണത്തിൽ നിന്ന് രൂപപ്പെടുന്നതായിരിക്കണം. അത് കാമാർത്ഥ ഗുണയുക്തവും ധർമാർത്ഥ ഗുണവിസ്താരവും കൂടി ആയിരിക്കണം. കാവ്യത്തിൻ്റെ ഗുരുത്വ കേന്ദ്രം ആദർശത്തിലായിരിക്കണം. അതിന് കർത്തവ്യബോധവും വേണം. കല കലയ്ക്ക് വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടിയാണ്. ഒരു ജീവിത ദർശനം കണ്ടെത്തണം. രാമായണ കഥാരചനയിൽ വാൽമീകി പല തന്തുക്കൾ കൂട്ടിനെയ്തിട്ടുണ്ട്. അയോധ്യയിലെ രാജകുലത്തിലെ ഉപജാപ മത്സരങ്ങളും സീതയെ അപഹരിച്ചതിന് രാവണനോട് രാമൻ ചെയ്ത യുദ്ധം, മറ്റൊന്ന് പ്രകൃതി പുരാണം. ഇങ്ങനെ ഋഗ്വേദത്തിൽ സീത ഉഴവുചാലൻ്റെ മൂർത്തീകരണമാണ്. കഥയുടെ അവസാനത്തിൽ സീത ധരാദേവിയുടെ കരങ്ങളിൽ ഭൂഗർഭത്തിൽ അന്തർധാനം ചെയ്തു. തുടക്കം സീതയെ ജനകൻ ഉഴവുചാലിൽ നിന്നും എടുത്തു വളർത്തുന്നു. ഒരു കർഷകകുമാരിയാണ്. രാമായണ യുദ്ധം, രാമരാവണ യുദ്ധം ഇന്ദ്രനും വൃത്രനുമായിട്ടുള്ള യുദ്ധത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ഇന്ദ്രനെ സഹായിച്ചത് മരുത്തുകളാണ്. രാമൻ്റെ വിശ്വസ്തനായി മാരുതിയുമുണ്ട്. കവിയുടെ ഹൃദയത്തെ ആദ്യം കരുണാകലിതമാക്കിയത് ആൺപക്ഷിയുടെ വിയോഗം, സഹിക്കാനാവാത്ത പിടയുടെ ദയനീയ വിലാപം. ഇതാണ്. അത് ഇതിവൃത്തത്തിൻ്റെ മൂലതന്തുവാണ്. അയോധ്യാധിപനായ ദശരഥന് യാഗവ്രത ഫലമായി രാമാദി 4 പുത്രന്മാരുണ്ടായി. മൃഗയാസക്തനായ ദശരഥന് പുത്രവിയോഗത്തിൽ ദുഃഖിതരായ വൃദ്ധ പിതാക്കളുടെ ശാപമേറ്റു. ശോകാർത്തനായി അവസാനം ദശരഥനും ദേഹം വെടിയട്ടെ എന്ന് ശപിച്ചു. കർമ്മഫലം അനുഭവിക്കുന്നു. വികാരനിർഭരമായ രംഗങ്ങൾ ഒട്ടനവധിയാണ് വാൽമീകീയ രാമായണത്തിൽ. വൃദ്ധ മന്ത്രിയായ സുമന്ത്രരോട് ദശരഥൻ നിൽക്കൂ നിൽക്കൂ ആർത്ത് വിളിച്ചു പറഞ്ഞു. ഒഴിച്ചുകൂടാനാവാത്ത ആ
അസുഖരംഗം അവസാനിപ്പിക്കുവാൻ രാമൻ പോകൂ പോകൂ എന്നും നിലവിളിക്കുന്നു. ദശരഥൻ ആ വിയോഗം അതിജീവിക്കുന്നില്ല. സീതാരാമന്മാർ വനത്തിൻ്റെ പ്രശാന്തമായ ഏകാന്തതയിൽ രമണീയമായ വനശ്രീ ആസ്വദിച്ചു. തപോമയമായ ജീവിതം നയിച്ചു. പീഡിതയായ പെൺപക്ഷിയുടെ രോദന മാറ്റൊലി നിശബ്ദമാകുന്നു. ആ രോദനത്തിൻ്റെ മാറ്റൊലി ഇപ്പോൾ മുഴങ്ങുന്നില്ല. ദിനരാത്രങ്ങൾ ഒട്ടേറെ കഴിഞ്ഞു. ഒരു നാൾ പട്ടണാശ്രമത്തിൽ മടങ്ങിയെത്തിയ രാമൻ സീതാദേവി രാവണനാൽ അപഹരിക്കപ്പെട്ടു എന്നറിയുന്നു. രാമൻ്റെ വിലാപത്താൽ അത് വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നു. വിയോഗ ദുഃഖം, വിലാപം. തുടർന്ന് പരിശ്രമം, അശ്രാന്ത പരിശ്രമം പഞ്ചവടി ആശ്രമം മുതൽ തുടങ്ങുന്നു. അവസാനം യുദ്ധം. സീതാദേവി വീണ്ടെടുക്കപ്പെട്ടു. സീത, രാമ, ലക്ഷ്മണന്മാർ അയോധ്യയിലെത്തി. കുറച്ചു കാലം സുഖമായി കഴിഞ്ഞു. വിധി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക്, അവസാന ആഘാതം ഏൽപ്പിക്കാൻ വട്ടം കൂട്ടുകയായിരുന്നു. പ്രതികളിൽ ചിലർ ദൂഷണം പറയുന്നു. തനിക്ക് ഹൃദയഭേദകം ആണെങ്കിലും പ്രതികൾക്ക് സ്വീകാര്യമല്ലാത്ത രാജ്ഞിയെ ഉപേക്ഷിക്കുകയല്ലാതെ ഗത്യന്തരമില്ലെന്ന് രാമന് തോന്നി. ക്രൂരശാസന ലക്ഷ്മണന് പാലിക്കേണ്ടി വന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ സീത കഴിയുന്നു. ഇണയുടെ വിയോഗത്തിൽ പക്ഷിയുടെ വിലാപം കേട്ട് ഹൃദയമലിഞ്ഞ അതേ കവി ഭർത്തൃവിയോഗത്തിൽ നീറുന്ന പരിക്തത്തെയായ സീതാദേവിയുടെ വിലാപവും കേൾക്കുന്നു. സീത, ലവൻ, കുശൻ എന്ന് 2 പുത്രന്മാരെ പ്രസവിക്കുന്നു. ദുഃഖത്തിലാണ്ട് പോകുന്നതാണ് ദുരന്തം. ലവകുശന്മാർ ആശ്രമത്തിലെ 2 ഗായകന്മാരെ പോലെ രാമൻ്റെ അശ്വമേധയാഗം നടക്കുന്ന അവസരത്തിൽ അവിടെ രാമായണം മധുരമനോഹരമായിട്ട് പാടിക്കേൽപ്പിക്കുന്നു. വീണ്ടും ഒരു ഹ്രസ്വസമാഗമം. സീതാരാമന്മാർ. ഭൂമാതാവ് സീതയെ വഹിച്ചുകൊണ്ട് ഭൂഗർഭത്തിൽ ലയിക്കുന്നു. ഈ അവസാനത്തെ വിയോഗം രാമനെ സ്തബ്ധനാക്കുന്നു. കാലം കഴിഞ്ഞു പോകുന്നു. കഥയെ മുഴുവിപ്പിക്കുന്ന അന്ത്യാഘാതങ്ങളും സംഭവിക്കുന്നു. ആരുടെയും തെറ്റുകൊണ്ടല്ലെങ്കിലും രാമനും ലക്ഷ്മണനും പിരിയുന്നു. രാമൻ്റെ ജീവിതവും അവസാനിക്കുന്നു. ഈ ആവർത്തിത ഭാവപ്രമേയത്തിൽ എത്ര സൂക്ഷ്മങ്ങളായ വൈവിധ്യങ്ങളാണ്! രാമൻ ഭരതന് ആരാധ്യനാണ്. അമ്മ കൈകേയിയുടെ ചതിപ്രയോഗം,
ഭരതൻ്റെ അഭ്യുദയത്തിന് വേണ്ടിയാണ്. എന്നാൽ തൻ്റെ ആരാധനായ സഹോദരനിൽ നിന്നും അകന്ന് കഴിയേണ്ടി വന്നു ഭരതന്. കൈകേയിയുടെ അഭിലാഷം പൂർണ്ണമായി, പക്ഷെ വൈധവ്യം അനുഭവിക്കേണ്ടി വന്നു. തൻ്റെ പുത്രനും അവളിൽ നിന്നും അകന്നകന്ന് പോയി ഭരതൻ. കൗസല്യയുടെ ഹൃദയം വിയോഗത്തിലും പുത്രൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അയോധ്യയിൽ തനിച്ച് ദുഃഖിച്ചിരിക്കുന്ന മാതാവ്. കവിയുടെ നിശ്ചല ഭാവന അവരെ നമ്മുടെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ലങ്കയിൽ തടവിലിരിക്കുന്ന സീതാദേവിയുടെ ദുഃഖം രാമനെ ഓർത്തല്ല. ഞങ്ങളെല്ലാവരും മടങ്ങി ചെല്ലുന്നത് വരെ ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖിതയായ ശ്വശ്രുവിനെ പറ്റിയായിരുന്നു സീതാദേവിയുടെ ദുഃഖവും ചിന്തയും. ഒരു സ്നുഷയുടെ ഈ മധുരസ്മരണ കൗസല്യയുടെയും സീതാദേവിയുടെയും സ്വഭാവ വൈശിഷ്ട്യത്തിൽ ഒരുപോലെ വെളിച്ചം വീശുന്നു. നമ്മുടെ കാതിലെത്താത്ത വിരഹവിലാപങ്ങളുമുണ്ട്. ലക്ഷ്മണൻ ജ്യേഷ്ഠനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഊർമിളയ്ക്ക് 14 സംവത്സരം തൻ്റെ ഭർത്താവിനെ വിട്ടിരിക്കേണ്ടി വന്നു. രാവണപത്നി മണ്ഡോദരി സീതയെപ്പോലെ തന്നെ സാധ്വിയും ശ്രേഷ്ഠയുമാണ്, പരമസുന്ദരിയുമാണ്. അവൾക്കും അവളുടെ അസുരപ്രകൃതിയായ പതിക്കും ഇടയിൽ വലിയൊരു വിടവുണ്ട്. ധന്യമാല, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവർ ഒന്നും ഒരിയാണ്ട് കേട്ടിട്ടില്ല രാമായണത്തിൽ ഉടനീളം. വിയോഗങ്ങളും വിരഹങ്ങളും ആവർത്തിച്ച് രചിച്ച ഈ കഥാകാവ്യം വാൽമീകിക്ക് ആദ്യം മുതൽക്കേ ജീവിതത്തോടുള്ള സമീപനം ഗഹനവും ഗംഭീരവുമായിരുന്നു. ഭാഗധേയത്തിൽ ഉള്ള ദുരന്ത പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. മനുഷ്യജീവിതം ഉൾപ്പെടെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ ക്ഷണപ്രഭാചഞ്ചലത്വം അദ്ദേഹം നല്ലവണ്ണം അറിയുന്നുണ്ട്. ഒഴുകിപ്പോയ നദീജലം പോലെ കഴിഞ്ഞ കാലം ഒരിക്കലും വീണ്ടും വരികയില്ല. ഭരതൻ കാട്ടിൽ ചെന്ന് രാമനോട് തിരികെ അയോധ്യയെ ചെല്ലുവാൻ അഭ്യർത്ഥിക്കുന്നു. പിതാവ് ദിവംഗതനായ ദുഃഖവാർത്തയും അറിയിക്കുന്നു. അച്ഛൻ്റെ മരണകാരണം അമ്മയുടെ ശാഠ്യമാണ്. തൻ്റെ പദവിക്ക് വേണ്ടിയാണത്. ഒരു അപരാധബോധം ഭരതനുണ്ട്. ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ ഭരതനെ സമാശ്വസിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ യാതനാപൂർണത കണ്ടറിയുക. സ്ഥൈര്യം മനുഷ്യൻ്റെ കടമയാകണം. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുക ഉപദേശിക്കുന്നു. സ്വസ്തി. ശുഭം സന്തു മംഗളസദാനി.